ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ലെങ്ത്തായിട്ടൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ലെങ്ത്തായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, കട്ട്ലേറ്റ് തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കൂട്ടിയിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് 2 സവാള, വലുതാണെങ്കിൽ ഒറ്റൊന്ന് മതി കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചിട്ട് വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ 2-3 കഷ്ണം ചിക്കൻ വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചാണ്. പിന്നെ ഒരു വലിയ ഉരുളൻകിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് അളവ് കൂട്ടണമെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടേണ്ടി വരും കേട്ടോ. പിന്നെ അതുപോലെ മസാല ഐറ്റംസ് ആയിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ വരെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മുന്തിയായിട്ട് നിൽക്കുന്നത് പച്ചമുളകിൻ്റെ ചുവയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ്. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതിൽ പച്ചമുളകും മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് അരച്ചതാണ്. അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചതെല്ലാം ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം സവാള ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് സവാള വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്നും കൂടെ വെന്ത് വരട്ടെ. അതിനുള്ളിൽ നമുക്കിതിലേക്ക് വേണ്ട ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ ചിക്കൻ വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. അതുമാതിരി ഒരു എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മസാല ചൂടാറിയതിന് ശേഷം കട്ട്ലേറ്റിൻ്റെ ഷേപ്പോ വേറെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പോ ആക്കാവുന്നതാണ്. ഞാനിവിടെ കട്ട്ലേറ്റ് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പിലാക്കിയതിന് ശേഷം എഗ്ഗിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞ്. പിന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ അധികമായിട്ട് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതാകുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.